നമസ്കാരം. ആണവ നശീകരണം ട്രംപ് ഉപയോഗിച്ച ഈ വാക്കുകൾ ലോകത്തെ വീണ്ടും ഭീതിയിലാഴ്ത്തുകയാണ്. ഇറാന്റെ സമ്പുഷ്ട യുറേനിയം പൂർണ്ണമായി അമേരിക്കയ്ക്ക് കൈമാറുകയോ നശിപ്പിക്കുകയോ വേണമെന്ന് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം വീണ്ടും അതീവ അപകടകരമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരു വശത്ത് സമാധാന ചർച്ചകൾ നടക്കുന്നു എന്ന് പറയുമ്പോഴും മറുവശത്ത് ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും ഇല്ലാതാക്കണമെന്ന കടുത്ത ഭാഷയാണ് അമേരിക്ക സ്വീകരിക്കുന്നത്. ഇതോടെ ലോകം എന്ന് ചോദിക്കുന്നത് ഒരു കാര്യമാണ്: സമാധാനത്തിലേക്കാണോ ലോകം നീങ്ങുന്നത്, അതോ മറ്റൊരു വലിയ യുദ്ധത്തിന്റെ വാതിൽ തുറക്കുകയാണോ? ഇറാനും യുഎസും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഇറാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം സംബന്ധിച്ച് സുപ്രധാന വിവരം പങ്കുവച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നത്. ഇറാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം നശിപ്പിക്കുമെന്നാണ് ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നത്. ഒന്നുകിൽ അമേരിക്കയ്ക്ക് കൈമാറി അവ നശിപ്പിക്കും, അല്ലെങ്കിൽ ഇറാന്റെ സഹകരണത്തോടെയും ഏകോപനത്തോടെയും അവിടെ വെച്ചോ അല്ലെങ്കിൽ മറ്റൊരു സ്വീകാര്യമായ സ്ഥലത്തോ അറ്റോമിക് എനർജി കമ്പനിയെയോ അതിന് തുല്യമായ സ്ഥാപനത്തെയോ സാക്ഷിയാക്കി അവ നശിപ്പിക്കുമെന്ന് ട്രംപ് ട്രൂ സോഷ്യലിലൂടെയാണ് അറിയിച്ചത്. എന്നാൽ ട്രംപിന്റെ അവകാശവാദത്തോട് ഇറാൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഇറാനിയൻ പ്രതിനിധി സംഘം നിലവിൽ ഖത്തറിലാണുള്ളത്. സമാധാന കരാർ സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പിടുന്നതിന് വഴിമുടക്കി നിൽക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് സന്ദർശനം. ഇതിനിടെ യുഎസ് ദക്ഷിണ ഇറാനിൽ ആക്രമണം നടത്തിയത് സമാധാന ചർച്ചകളെ ബാധിക്കുമോ എന്നത് ആശങ്ക ഉയർത്തുന്നുമുണ്ട്. ശത്രുക്കളുടെ അമിതമായ ആവശ്യങ്ങൾക്ക് രാജ്യം വഴങ്ങില്ല എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇറാനിയന്റെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുന്ന രീതിയിലാണ് ചർച്ചകൾ ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും ഇറാൻ ഒരു സാഹചര്യത്തിലും സമ്മർദ്ദങ്ങൾക്കും അമിതമായ ആവശ്യങ്ങൾക്കും വഴങ്ങില്ല എന്നും പെസഷ്കിയാൻ പറഞ്ഞു വെച്ചിരുന്നു. ബലപ്രയോഗത്തിലൂടെ ഇറാനെ കീഴടക്കുമെന്ന് കരുതുന്നത് വെറുമൊരു വിദ്യാബോധം മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ഇതിനിടെ ഇന്ത്യയിൽ സന്ദർശനത്തിലുള്ള യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഹോർമുസ് കടലിടുക്ക് ഏതു വിധേനയും തുറക്കുമെന്നും അറിയിച്ചിരുന്നു. ട്രംപ് ഇറാനെ വെറുമൊരു ചർച്ചാ പങ്കാളിയായി കാണുന്നില്ല, മറിച്ച് പൂർണ്ണമായി കീഴ്പ്പെടുത്തേണ്ട ശത്രു രാജ്യമായി കാണുന്നു എന്നതാണ് സത്യം. എന്നാൽ ഇതിലെ ഏറ്റവും വലിയ ഭീഷണി ഈ സമ്മർദ്ദ രാഷ്ട്രീയം ഇറാനെ കൂടുതൽ കടുത്ത നിലപാടിലേക്ക് തള്ളിവിടുമെന്നതാണ്. അമേരിക്കൻ ആക്രമണങ്ങൾക്കു ശേഷവും ഇറാൻ വലിയ അളവിൽ ഉയർന്ന നിലവാരത്തിലുള്ള യുറേനിയം സംഭരിച്ചിട്ടുണ്ടെന്ന വിലയിരുത്തലുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനാൽ ആണവ പദ്ധതി പൂർണ്ണമായി തകർത്തു എന്ന ട്രംപിന്റെ പഴയ അവകാശവാദങ്ങൾ പോലും ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇതിനു പിന്നാലെ സൈനിക നീക്കങ്ങളും ശക്തമാകുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ ഭീകരമാക്കുകയാണ്. ഹോർമൂസ് കടലിനടുക്കിനടുത്ത് അമേരിക്ക നടത്തിയ ആക്രമണങ്ങളും ഇറാന്റെ പ്രതികരണ ഭീഷണികളും പശ്ചിമേഷ്യയെ സ്ഫോടനാവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇനിയൊരു ചെറിയ പ്രകോപനം പോലും നേരിട്ടുള്ള അമേരിക്ക ഇറാൻ യുദ്ധത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അതിലുപരി ആണവ വിഷയത്തിൽ കടുത്ത സമ്മർദ്ദം തുടരുന്നത് ഇറാനെ രഹസ്യമായി ആയുധ നിർമ്മാണത്തിലേക്ക് തള്ളിയേക്കാമെന്ന ഭീതിയും ഉയരുന്നുണ്ട്. സമാധാന ചർച്ചകൾക്ക് പകരം ഭീഷണിയും സൈനിക സമ്മർദ്ദവും മാത്രം മുന്നോട്ട് വെച്ചാൽ അത് ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ തെറ്റായി മാറാൻ സാധ്യതയുണ്ട്. ഇന്ന് ലോകം അതീവ നിർണായകമായ ഒരു വഴിത്തിരിവിലാണ്. സമാധാനത്തിന് അവസരം നൽകണോ, അതോ ആണവ യുദ്ധം എന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിലൂടെ ലോകത്തെ പുതിയ യുദ്ധത്തിലേക്ക് തള്ളണോ എന്നതാണ് ഇപ്പോൾ വലിയ ചോദ്യം.